എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. വലിയ പൊങ്ങച്ചും ഒന്നുമല്ല നമ്മൾ കാണിക്കുന്നതൊന്നും കേട്ടോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും. അപ്പോഴതൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടം ആണെന്ന് പറയുന്നേ അവരോടൊക്കെ ഒരുപാട് നന്ദിയാണ്. സുപ്പ് ഇപ്പം വരാവേ. രാവിലെ നമുക്കൊരു കൂടോത്രം ഉണ്ട് കേട്ടോ. ആ കൂടോത്രം ചെയ്തിട്ട് വേണം രാവിലത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ. എല്ലാവരെയും പുകച്ചങ്ങോട്ട് പുറത്ത് ചാടിക്കണം രാവിലെ. എന്ത് ഉഷാറില്ല ജോലികളൊക്കെ തീരുമെന്നറിയാമോ? കണ്ടറിയാൻ കേട്ടറിയാൻ കേട്ടോ. ഓരോ ദിവസം അങ്ങനെയാണ് കേട്ടോ. രാവിലെ നമുക്കറിയത്തില്ലല്ലോ, നമ്മൾ ഒന്നും മുൻകൂട്ടി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നതും വരുന്നതും ഒന്നും. അപ്പോഴേ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. തിരുനേരം ഞാൻ അങ്ങ് പോയിക്കും. എന്നിട്ട് ആർക്കും കൊടുക്കണ്ട, നമുക്ക് മാത്രമായിട്ടൊരു പാൽ കാപ്പി ഇട്ട് കുടിക്കണം. അത്ര കൊള്ളത്തില്ലല്ലോ. നമുക്ക് വേണോ? നമുക്ക് ആരും അറിയണ്ട, നമുക്ക് മാത്രമായിട്ടൊരു പാൽ കാപ്പി ഇട്ട് കുടിക്കാം കേട്ടോ. അപ്പോഴേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുപ്പുവിൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ കാണിക്കാം. സുപ്പുവിന് വയ്യായികയൊക്കെ ആണെന്ന് അറിയാമല്ലോ. എന്താ ജലദോഷം, പനി, തുമ്മല, ചീറ്റൽ എല്ലാം ഉണ്ട്. അപ്പോഴും മാറിയിട്ടില്ല. ദേഹത്തൊക്കെ ഭയങ്കര വേദന. എന്നാലും ഞാനും തളരത്തില്ല കേട്ടോ. ഈ രാമൻകുട്ടി തളർന്നാൽ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്? രാമൻകുട്ടി തളർന്നു പോയാൽ എല്ലാവരും തളരും. അപ്പോഴതുകൊണ്ട് ഈ രാമൻകുട്ടി തളർന്നിരിക്കത്തില്ല. ഉഷാറോടെ ഓരോ ദിവസം ചാടി എഴുന്നേക്കും. എന്ന് വെച്ചാൽ മോന് ഒരു 6 മണി 6 ആകുമ്പോഴത്തേന് സ്കൂളിൽ പോകണം. ഞാൻ കിടന്നുറങ്ങിയാലൊക്കോ, വയ്യാന്നും പറഞ്ഞ് കിടന്നാലൊക്കോ. അപ്പോഴേ രാവിലെ അങ്ങ് ചാടി എണ്ണീക്കും കേട്ടോ. എത്ര വയ്യാങ്കിലും നമ്മുടെ പാല് ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി പറയാൻ. പാലൊക്കെ എടുത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, വീട്ടുകാർ ഒഴിച്ചു തന്നു വരും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വിഷമമില്ല. അതേ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കുറച്ച് പാൽ കാപ്പിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഞാൻ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? ഇനി പറയുന്നത് സുപ്പ് തന്നെ ചായ കാപ്പി ഇട്ട് കുടിച്ചെന്ന് കേട്ടോ. കുടിച്ചിട്ടൊക്കെ വരാം കേട്ടോ. ആറ്റണമല്ലോ, ആറ്റാൻ കപ്പൊക്കെ അപ്പുറത്തിരിക്കുന്ന അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആറ്റിയിട്ട് നമുക്ക് കുടിക്കാം. ഇത് ഞാൻ പാത്ത് വെച്ചേക്കുന്ന കപ്പ കേട്ടോ. എനിക്ക് ചില സമയത്ത് തോന്നും ഇതെടുത്ത് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കണം. അപ്പോഴും ഞാൻ ഇതിനകത്ത് കാപ്പി ഇട്ട് കുടിക്കും. അപ്പോഴിന്ന് നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ വരാം. അപ്പോഴും തന്നെ ഇതിനെ ഇവിടുന്ന് പുകഞ്ഞു വെള്ളം കേട്ടോ. ഒത്തിരി നേരം ഇരുന്നങ്ങ് പോകാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അണയ്ക്കാം കേട്ടോ. കത്തി തീർന്നില്ലെങ്കിൽ നമുക്ക് അണയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരുന്നവന് രാവിലെ ഇച്ചിരി നേരം ഇരുന്ന് പുകയായിട്ട് കേട്ടോ. അപ്പം ഞാനിത് ചായയല്ല കാപ്പി കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോഴേ നമ്മൾ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാമോ? ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കിയത് ചേനപ്പുഴുക്കാണ് കേട്ടോ. സരസു കാണാമല്ലോ, നമ്മുടെ സരസുവിനെ ചേനപ്പുഴുക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേനപ്പുഴുക്ക് ഉണ്ടാക്കി രാവിലെ. എന്നും നമ്മൾ കാപ്പിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ കേട്ടോ. എന്നും കാപ്പി ഉണ്ടാക്കുന്നത്. പഴങ്കഞ്ഞിയൊന്നും ആരും കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അതൊന്നും ആർക്കും ഇഷ്ടമല്ല. പണ്ടായിരുന്നു പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്ന വീടുകൾ കാണും കേട്ടോ. ഇപ്പം നമുക്കൊന്നും അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് കാപ്പിയൊന്നും ഉണ്ടാക്കുന്നത്. അപ്പോഴും സരസുവിനൊരു ഭയങ്കര ആഗ്രഹം ചേനപ്പുഴുക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ മരുമോട് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വെക്കുമോ? അപ്പോൾ രാവിലെ നമ്മൾ ചേന പുഴുങ്ങി. നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുക. ചിലരൊന്നും അങ്ങനെ ചേനയൊന്നും പുഴുങ്ങത്തില്ലായിരിക്കും. ഉണ്ടോ? പിന്നെ ഉപ്പും മുളകും കേട്ടോ, കാന്താരി മുളക് വെച്ച ചെറിയ ഉള്ളിയൊക്കെ ഇട്ട നമ്മുടെ ചേനപ്പുഴുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവരെയും ചേനപ്പുഴുക്ക് കഴിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു കേട്ടോ. കൊല്ലം കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ ഏത്തക്കായും ചേമ്പും കൂടെ പുഴുങ്ങി കഴിച്ചു. ഇന്ന് രാവിലെ നമ്മൾ ചേമ്പ്, അത് ഇന്നലെ മോൻ്റെ നിർബന്ധത്തിനാട്ടോ. മോനിവിടെ ഇരിക്കുന്നില്ലല്ലോ. അന്ന് രാത്രി സന്ധ്യയ്ക്കും ഞായറാഴ്ച പോലും ഇവിടെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് അമ്മ വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി അതാക്കി. ഓരോ ദിവസം നമ്മൾ ഇങ്ങനെ എന്തോ ഉണ്ടാക്കുന്നതല്ലേ, നമുക്കൊക്കെ കൺഫ്യൂഷനാണ്. പിന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട ഷൂന്നും പറഞ്ഞ് ദോശയെങ്കിൽ ദോശ, ഇഡലി ഇവിടെ അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ദോശ ഇഷ്ടം. എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് ഇഡലി അത്ര ഇഷ്ടമല്ല.
പിന്നെ അപ്പം ഇടിയപ്പം ഞാനും മോളും കൂടെ മെനഞ്ഞാന്ന് ഇടിയപ്പം ഉണ്ടാക്കി. എനിക്ക് വലത്തെ കൈ വയ്യാത്തതുകൊണ്ട് നമുക്ക് ബലം കൊടുക്കാനൊക്കത്തില്ല. അങ്ങനെ ഞാനും മോളും കൂടെ ആയിരുന്നു മെനഞ്ഞാന്ന് ഞങ്ങൾ ഉണ്ടാക്കി ഇടിയപ്പം. അപ്പോൾ ചേനപ്പുഴുക്കൊക്കെ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചേന പുഴുങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി പുഴുങ്ങിക്കോ. തട്ടുമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ സിപ്പൂനും കൂടെ താഴെ വരുമ്പോൾ എനിക്ക് ഞങ്ങളുടെ അനിയൻ കൊണ്ട് തന്നെ കേട്ടോ. ഞങ്ങളുടെ അനിയമ്മോ കൊണ്ടുവന്നതാന്നേ, ഞങ്ങളുടെ അജിമോ കൊണ്ടുവന്നതാന്നേ. അപ്പോൾ ഇത്തിരി ഒന്ന് കുറച്ചേ എടുത്തോളൂ ഞാൻ. എല്ലാ വീട്ടമ്മമാർക്കും രാവിലത്തെ ഒരു പരിപാടിയാണ്. മക്കളെ സ്കൂളിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ദേ കാപ്പിയും കുടിച്ച് ഒരു ഇരുന്നാൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കത്തുള്ളൂ. എനിക്കും ഇന്ന് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കേട്ടോ. ഞാൻ ഇരുന്നതല്ല കേട്ടോ, രാവിലെ ചെടിക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിക്കാൻ വട്ടം നടന്നു. പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു ജോലിയും നടന്നില്ല. സമയം ഞാൻ നോക്കിയപ്പം പറയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. സമയം പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഇത് ഓരോന്ന് ക്ലീൻ ആക്കിയ സമയം ഒത്തിരി എനിക്ക് വേസ്റ്റായിപ്പോയി കേട്ടോ. അപ്പോഴും മീൻ കണ്ടിച്ചു വെച്ചു. അങ്ങനെയൊക്കെയാണ് സമയം പോയത്. മീൻ എൻ്റെ അണ്ണനാരോ വറ്റയ്ക്കകത്ത് കൂടോത്രം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വറ്റമീനാണ് കിട്ടിയത്. പിന്നെ ഏത്തക്കയാണ്. ഇത് ഏത്തക്ക തോരൻ വയ്ക്കാൻ അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ചീവക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ നല്ല പണിയാണല്ലോ, അത് ചുരണ്ടിയൊക്കെ എടുക്കണം. അതുമായി കേട്ടോ, അതും അടുപ്പത്തായി. അപ്പോൾ മോളോട് ആ സമയം കൊണ്ട് പറഞ്ഞു, മക്കൾ ഇച്ചിരി വേഗം അമ്മയ്ക്ക് ഇച്ചിരി തേങ്ങ ഒന്ന് തിരുമിത്തായോ, എന്തിനാ നമ്മുടെ ഈ തോരന് ചതയ്ക്കാൻ. മറ്റേത് മെഴുക്കുവരട്ടി കേട്ടോ. മീൻ ഇവിടെ മുളകിടുന്നതാണ് ഇഷ്ടം. അപ്പോഴേ മീൻ നമുക്ക് മുളക് ഇട്ട് ബാക്കിയെല്ലാം സെറ്റാക്കണം. എൻ്റെ പിള്ളേരെ സമയം നിങ്ങളോട് പറയാനാണെങ്കിൽ എനിക്കറിയത്തില്ല. സരസ് അറിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് അടിക്കും ഇവിടെ കേട്ടോ. ഈ പേരയ്ക്ക് 4 വശത്തും ഇട്ട് ഓടിച്ചെന്നെ ഇട്ട് അടിക്കും. അതുകൊണ്ട് ഞാൻ ഈ തോരനൊന്ന് ചതച്ചിട്ട് ഓട്ടി വരാം കേട്ടോ. ഓടി നിങ്ങളവിടെ നിൽക്കണേ പോലെ. അങ്ങനെ ദേ നമ്മുടെ തോരൻ സെറ്റായി കേട്ടോ. കടുക് വറുത്തിട്ടില്ല, ഇന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉള്ളൂ. പിന്നെ മെഴുക്കുവരട്ടിയും റെഡിയായി. സവാളയൊക്കെ അരിഞ്ഞിട്ടത് ഞാൻ കാണിച്ചല്ലോ കേട്ടോ. അപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നമ്മൾ അത് മെഴുക്കുവരട്ടിയാക്കി. ഈ കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ. എൻ്റെ മനസ്സ് ഇതുപോലെ കിടന്ന് തിളയ്ക്കും. ഇത് എപ്പോഴാവുമെന്നും പറഞ്ഞ് തിളയോട് തിളയ്ക്കും കേട്ടോ എൻ്റെ പൊന്നൻ സാറന്മാരെ. അപ്പോൾ ഇവനൊന്ന് തിളച്ച് വറ്റി വരട്ടെ. പിന്നെ ഒരു 3-4-5 മീനെ മക്കൾക്ക് വേണ്ടി ഫ്രൈ ചെയ്യാൻ എടുത്തു വെച്ചു. അത് പിന്നെ എല്ലാ അമ്മമാരും അങ്ങനെ അല്ലേ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ക്യാമറയ്ക്ക് പിറകിൽ. അമ്മേ മീൻ ഫ്രൈ മതി, ഞങ്ങൾക്ക് മീൻ കറി കഴിക്കാൻ വയ്യ. അതിന് ഫ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ നിറച്ചും കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പോവാം കേട്ടോ. മെഴുക്കുവരട്ടി ഒരുവിധം ആയല്ലോ. ഇനി നമുക്ക് മീനെടുത്ത് വറക്കാനിടാം. തക്കാളി കറി വെച്ചാൽ മതി ഒരു മോളെ. എന്തൊരു കണി മോശം. തക്കാളിക്കറി എന്ന് പറഞ്ഞപ്പോഴേ കരണ്ട് പോയി കേട്ടോ. തക്കാളി കറി വെച്ചാൽ മതിയോ? അപ്പോഴേ തിളച്ച് വറ്റട്ടെ. നമുക്ക് ചീവക്കിഴങ്ങ് മാറ്റിയിട്ട് മീൻ ഫ്രൈ ചെയ്യാം കേട്ടോ. കറണ്ട് ഇനി എപ്പം വരുമെന്ന് എനിക്കറിയത്തില്ല. തക്കാളിക്കറി ഇനി തക്കാളിക്കറിക്ക് വേണ്ടി ആരരയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കരകല്ലെടുക്കാൻ മടിയാണ് കേട്ടോ. എന്തെങ്കിലും വരട്ടെ, അപ്പോഴേ ഞാൻ തക്കാളിക്കറി ഇന്ന് വെക്കുന്നു. ഇന്നത്തെ ദിവസം പോക്കാട്ടോ എൻ്റെ. നമ്മുടെ മീനടയ്ക്കുന്ന പാത്രം എന്തിയെ അടച്ചൊക്കെ വെക്കട്ടെ കേട്ടോ. അങ്ങനെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. എണ്ണ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഇവനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് പേടിയാട്ടോ. ചടപടാന്നും പറഞ്ഞ് അങ്ങോട്ട് പൊട്ടും. എവിടെങ്കിലും ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇവർക്കൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതല്ലേ ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് വീഴുമ്പോഴത്തേന് പൊട്ടിത്തെറിക്കുന്നത്. സത്യമല്ലേ പിള്ളേരെ, നിങ്ങൾ പറ. അപ്പം ഇവന്മാരങ്ങോട്ട് കിടക്കട്ടെ, മൂത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി എല്ലാം അരിഞ്ഞ് വെക്കണം, അരച്ച് വെക്കണം. കറണ്ട് വന്നു കേട്ടോ.
കറണ്ട് വന്നു, അപ്പോഴേ വന്നു. എന്നെ പേടിയുണ്ട് ഇത്തിരിയൊക്കെ ലൈൻമാൻമാർക്ക് കേട്ടോ. KSEBയിലെ മാമന്മാർക്ക് എന്നെ പേടിയാണ്. കിടക്കട്ടെ അങ്ങോട്ട് കറിവേപ്പില്ല കേട്ടോ, മൂക്കട്ടെ. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം ഇങ്ങനെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മീൻ വറുത്ത് വെച്ചു, 2 സൈഡും വറുത്ത് മൂപ്പിച്ച് വെച്ചു. പിന്നെ നമ്മുടെ മീൻ കറിയും കറിവേപ്പിലയൊക്കെ ഇട്ട് പറ്റിച്ചൊക്കെ വെച്ചു കേട്ടോ. വെള്ളം പോലെയല്ല, ഒന്ന് പറ്റിച്ചൊക്കെ വെച്ചു. പിന്നെ നമ്മൾ തക്കാളിക്കൂട്ടനെ കണ്ടിച്ചങ്ങോട്ട് വെച്ചു. സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് നമ്മൾ ഇത് അരച്ച് വെച്ചിട്ടുണ്ട്. കറണ്ട് പോകുന്നതിന് മുന്നേ കേട്ടോ. മാമന്മാർക്ക് എപ്പോഴാണ് ബാധ കീറുന്നതെന്നറിയത്തില്ല. അപ്പോഴിനി നമുക്ക് തക്കാളിയൊക്കെ വേവുന്ന സമയം കൊണ്ട് കാല് കഴിക്കുന്നു കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. രാവിലെ മുതൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമോ ഞാൻ കേട്ടോ. വേവട്ടെ. അങ്ങനെ നമ്മുടെ തക്കാളിക്കറിക്ക് കടുകൊക്കെ വറുത്തു. നമ്മളിവിടെ കടുക് വറുത്തെന്നാണ് പറയുന്നത് കേട്ടോ. ചിലയിടത്തൊക്കെ കടുക് താളിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴും നമ്മുടെ പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. ഒന്നും ഇല്ല കഴുകാനും പറക്കാനും. ഞാൻ മിടുക്കിയ അപ്പോഴപ്പോഴുള്ളത് കഴുകി വെച്ചാൽ ഒരു പാടുമില്ല. അപ്പോഴും നമ്മുടെ അടുക്കളയിലുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് കടുക് വറുത്തതിൻ്റെ തൊണ്ടയ്ക്ക് കേട്ടോ. അപ്പോഴും നമ്മുടെ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ചോറുണ്ടില്ല, ചോറുണ്ണണം കേട്ടോ. അപ്പോഴും നമ്മളിനി റെസ്റ്റ് എടുക്കും. ഞാൻ രാത്രി 9 മണി വരെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. വൈകിട്ട് ചായ ഇടുന്നത് മോളാണ് കേട്ടോ. അപ്പോൾ 9 മണി വരെയും ഞാൻ റെസ്റ്റാണ്. പിന്നെന്താ എന്തെങ്കിലുമൊക്കെ കാണും. മുറ്റത്ത് പോച്ചയൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും, അതൊക്കെ കേട്ടോ. പിന്നെ കേട്ടോ നമ്മളിങ്ങനെ ഓരോ ടിപ്പുകളൊക്കെ ചെയ്ത് നല്ല വ്യത്യാസമുണ്ട് എൻ്റെ മുടിക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ മുടിയെല്ലാം ഇവിടുത്തെ മുടികളെല്ലാം പൊഴിഞ്ഞു പോയി നേരെ തന്നെ കേട്ടോ. പിന്നെ എല്ലാം മാമാട്ടിക്കുട്ടിയമ്മയുടെ കൂട്ടെല്ലാം വിളിച്ച് കിളിച്ച് വരാൻ തുടങ്ങി കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സിന്ദൂരം ഇടുന്നിടത്തേ മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വരുമ്പോൾ അപ്പോഴും സിന്ദൂരമൊക്കെ കളഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത്, കഴുകി കളഞ്ഞിട്ടില്ലേ വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഒത്തിരി കുഞ്ഞുമുടിയായി എനിക്ക് കേട്ടോ. എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ ഓരോ ടിപ്പുകൾ കേട്ടോ. വെറുതെ ഒന്നുമല്ല നമ്മൾ ആരും ഇതൊന്നും കാണിക്കുന്നത്. നമ്മൾ തുടരെ എന്ത് തന്നെ ചെയ്താലും നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടും. മുഖത്താണെങ്കിലും ഏത് പായ്ക്കിലിട്ടാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. വെറുതെ ഒന്നും പറയുന്നതല്ല, സത്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങ് മുടി കിളിർത്ത് താഴെ വരെ പോയെന്നല്ല പറഞ്ഞതിനർത്ഥം. എന്തായാലും മുടിക്ക് നല്ല ഉള്ളും കിട്ടും, നല്ല കറുപ്പും കിട്ടും. ഇത് പിന്നെ ഫുള്ളിപ്പോൾ നരയൊക്കെ ആയി, എന്നാലും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഓരോന്നൊക്കെ. നല്ല വ്യത്യാസം കിട്ടും മുഖത്താണേലും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. കെമിക്കലുകളൊന്നും ഇല്ലാതെ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളേ ഇല്ല. നമ്മുടെ മുഖത്താണേലും തലയിലാണേലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാട്ടോ. അതുകൊണ്ടാണ് തലയിലാണേലും മുഖത്താണേലും തണുപ്പായതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കും കേട്ടോ. എനിക്ക് എപ്പോഴും നമ്മുടെ മുതിർന്ന ആൾക്കാർ നമ്മളോട് പറയുന്നത് നമ്മൾ അനുസരിക്കണം, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത ദോഷം തന്നെ കിട്ടും. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ബ്യൂട്ടി ടിപ്പൊന്നും കാണിക്കാത്തത് കേട്ടോ. ചെയ്യുന്നതും ഇല്ല, തണുപ്പല്ലേ. അപ്പോൾ നല്ല ഇതുണ്ട്, അസ്വസ്ഥതകളുണ്ട് കേട്ടോ എനിക്ക്. അപ്പോഴതൊക്കെ നിർത്തി വെച്ചേക്കുന്നത്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കും. നല്ല അടിപൊളി ചെയ്തേക്കുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്നത് നല്ല ഇതാണ് കേട്ടോ. ഒട്ടും പേടിക്കേണ്ട. നമ്മുടെ കുഞ്ഞടുക്കളയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അടിപൊളി സാധനങ്ങളും കൊണ്ടാണ്. ഒട്ടുമേ പേടി വേണ്ട കേട്ടോ. അതാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് മുടിക്ക് ഇവിടെ എല്ലാം ചെറിയ മുടികൾ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് സിന്ദൂരം ഇടുന്നിടത്ത് ചെറിയ മുടികൾ വന്നു. അപ്പം സിന്ദൂരം ഇട്ടേക്കുന്നുണ്ടല്ലേ കേട്ടോ. രാവിലെ നമ്മൾ ആരും കാണാതെ കറുക്കുന്നില്ല കെട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. കെട്ടി വെച്ചെന്നാണ് ഒത്തിരി അങ്ങ് കിളിർത്തെന്നല്ല നമ്മൾ പറയുന്നത്. എന്നാലും ഒരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. റെസ്റ്റിലാണ് സുപ്പ് കേട്ടോ. വെയിലൊക്കെ പോയി നമ്മൾ കടുകും ഉലുവായും ഒക്കെ ഫ്രണ്ടിലെടുത്ത് വെച്ചു. പക്ഷേ ഇന്ന് എളുപ്പം വെയിൽ പോയല്ലോ. അപ്പോഴതൊക്കെ അല്ലെങ്കിൽ പിന്നെ മേളിൽ കൊണ്ടുപോകണം കേട്ടോ. അപ്പോഴിതൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. അമ്മിണിക്ക് പിന്നെ രാവിലെ കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ അലക്കി തന്നു. അമ്മിണിയും സുജാത ചേച്ചിയുടെ കൊച്ചുമോളും ഉള്ളത് കൊണ്ട് ഈ സുപ്പൂനൊന്നും പേടിക്കാനേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. എൻ്റെ വയ്യായികയിലും വന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം
കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത് വലിയ പൊങ്ങച്ചും ഒന്നുമല്ല നമ്മൾ കാണിക്കുന്നതൊന്നും കേട്ടോ. നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അതൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടം ആണെന്ന് പറയുന്ന അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരുടെയും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇങ്ങനെ പറയുന്നെങ്കിലും പല പല ചിന്തകളങ്ങ് മനസ്സിനകത്തൂടെ കടന്നു കൂടുകയാണ് കേട്ടോ. വേറെ ഓരോന്നൊക്കെ ആലോചിക്കുക ഇനി അടുത്ത പ്രോഗ്രാം എന്തുവാണെന്നൊക്കെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.